ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നെവിനാസ് ഫാഷൻ വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പീക്കനീസ് സ്റ്റിച്ചാണ് നോക്കുന്നത്. പീക്കനീസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബാക്ക് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണുക കേട്ടോ. ഞാനപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതുപോലെ നമ്മൾ പീക്കനീസ് സ്റ്റിച്ച് ചെയ്യുന്നത് 2 കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ കളറിലെ ത്രെഡ് യൂസ് ചെയ്തിട്ട് പീക്കനീസ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യണേ നോക്കാം. നമ്മൾ ആദ്യം ഏറ്ററ്റത്തു നിന്ന് തന്നെ ഇതുപോലെ സൂചി കുത്തി പൊക്കിയിട്ട് രണ്ടാമത്തെ ബാക്ക് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ സൂചി കോർത്തെടുക്കുക കണ്ടോ. എന്നിട്ട് ആദ്യത്തെ ബാക്ക് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ സൂചി കോർത്ത് ഇറക്കണം. അപ്പോൾ നൂലെപ്പോഴും സൂചിയുടെ അടിയിലായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും നമ്മൾ മൂന്നാമത്തെ ബാക്ക് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ കോർത്തതിന് ശേഷം രണ്ടാമത്തെ ബാക്ക് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ കണ്ടു ഇതുപോലെ കോർത്തിറക്കണം. നമ്മളിത് ഒരേ ഡയറക്ഷനിൽ വേണം ചെയ്യാനായിട്ട്. റോങ് ചെയ്തെന്നാൽ ഇതിൻ്റെ ഒരു ഡിസൈൻ ഷേപ്പേ മാറിപ്പോവും. കണ്ടോ, സൂചിയുടെ അടിയിലായിരിക്കണം എപ്പോഴും നൂല്, അത് പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് പീക്കനീസ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്ക് മുന്നോട്ട് ഇതുപോലെ തന്നെ ചെയ്യണം. കണ്ടോ, ഞാനിപ്പോൾ ലാസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട്. അവസാനം നമുക്ക് കോർത്തിറക്കുമ്പോൾ ലാസ്റ്റത്തെ ആ ഒരു ബാക്ക് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഒന്ന് കോർത്തെടുത്തിട്ട് വേണം കുത്തിയിറക്കാനായിട്ട്. കണ്ടോ, തൊട്ടടുത്തുനിന്ന് തന്നെ എന്നിട്ട് ഇതുപോലെ കുത്തിയിറക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്